ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമി മലയാളം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ചോയ്സ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ലെഷർ ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് നോക്കാം. അപ്പൊ ആദ്യമേ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇൻകം ലെഷർ ട്രേഡ് ഓഫ് കാണിക്കുന്നത് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇൻഡിഫറൻസ് കർവ് നമ്മൾ അറിയാലോ, യൂഷ്വലി നമ്മൾ ഒരു ഇൻഡിഫറൻസ് കർവ് എടുക്കുമ്പോൾ രണ്ട് ഗുഡ് ആയിരിക്കും രണ്ട് ആക്സിസിലായിട്ട് എടുക്കുന്നത്. ഗുഡ് എക്സും ഗുഡ് വൈയും എടുക്കുന്നു. അപ്പൊ ഐ സി എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഐ സി നമ്മുടെ റൈറ്റിലോട്ട് സ്ലോപ്പ് ചെയ്യുന്നു, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും ഐ സിയുടെ സ്ലോപ്പ്. ഐ സി ഇന്റർസെക്ട് ചെയ്യില്ല. അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഐ സിയിൽ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഒരു ഐ സിയുടെ നോർമൽ ഫീച്ചേഴ്സ് ആണ്. ഇത്രയും ഫീച്ചേഴ്സ് എടുത്തുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്ത് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് ഗുഡ്സ് ആയിട്ടുള്ള എക്സും വൈയും അല്ല എടുക്കുന്നത്. കാരണം ഇവിടെ നമ്മുടെ ചോയ്സ് എന്ന് പറയുമ്പോൾ ഇൻകമും ലെഷറും തമ്മിലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഗുഡ്സിന്റെ കേസ് എടുക്കുമ്പോൾ ഗുഡ് എക്സും ഗുഡ് വൈയും തമ്മിലായിരുന്നു നമ്മുടെ ചോയ്സ് എടുക്കേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എടുക്കുന്നുണ്ട് ചോയ്സ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ലെഷർ. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിൽ നമുക്ക് ഈ ഇൻകമോ ലെഷറോ ഏതാന്ന് വെച്ചാൽ റെപ്രസെന്റ് ചെയ്യാം. വൈ ആക്സിസിൽ നമുക്ക് ഇൻകമോ ലെഷറോ മറ്റേത് ഏതാന്ന് വെച്ചാൽ അത് റെപ്രസെന്റ് ചെയ്യാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻകം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻകം കിട്ടുള്ളൂ, അല്ലെ? അപ്പോ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ട്രേഡ് ഓഫ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വർക്കും ലെഷറും തമ്മിലുള്ള ഒരു ട്രേഡ് ഓഫ് സിറ്റുവേഷൻ ആണ്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും 24 hours ആണ് തന്നിട്ടുള്ളത്, അല്ലെ? 24 hours ഉള്ളൂ. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 hours ആണ്. ഈ 24 hoursനെ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യാനും ലെഷറിന് വേണ്ടിയിട്ടും സ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. വർക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ചെയ്യുന്ന ജോലി. നമുക്ക് ജോലി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേജ് കിട്ടും. പക്ഷെ ലെഷർ, അതായത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന, പാട്ട് കേൾക്കാൻ, സിനിമ കാണാൻ, ഉറങ്ങാൻ, എവിടെയെങ്കിലും സ്ഥലങ്ങൾ പോയി കാണാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിന് നമുക്ക് ആരും വേജ് തരത്തില്ല. പക്ഷെ നമുക്ക് എന്ത് കിട്ടും? സാറ്റിസ്ഫാക്ഷൻ കിട്ടും, നമുക്ക് യൂട്ടിലിറ്റി കിട്ടും. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം വരുന്ന സെഷൻസിൽ. സോ ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, നമ്മൾ ഉള്ള ഈ 24 hours നമ്മൾ വർക്കിനായിട്ടും ലെഷറിനായിട്ടും സ്പെൻഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കൂടുതൽ സമയം വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ അടുത്ത സൈഡ് എന്താണ്? ലെഷറിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം കുറയുന്നു. അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സമയം, ലെഷറിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള സമയം കുറവായിരിക്കും. വർക്കിന്റെ അളവ് കുറയ്ക്കുമ്പോൾ നമുക്ക് അതനുസരിച്ച് ലെഷറിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയം കൂടുകയും ചെയ്യും. അപ്പൊ ഇവർ തമ്മിൽ ഒരു ഓപ്പോസിറ്റ് റിലേഷൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു ട്രേഡ് ഓഫ് അവിടെ നടക്കുന്നു. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ടത്, ലെഷറിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ലെഷറിന് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അല്ലെ? പാട്ട് കേൾക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, TV കാണുമ്പോൾ ഒക്കെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇതൊരു ഡയറക്റ്റ് റിലേഷൻ ആണ്. എപ്പോഴാണോ നമ്മൾ ലെഷറിന് വേണ്ടി സമയം ചെലവഴിക്കുന്നത് അപ്പോഴൊക്കെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. ലെഷർ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി നമ്മുടെ ജോലിയുടെ കേസ് എടുക്കാം, അല്ലെങ്കിൽ ഇൻകത്തിന്റെ കേസ് എടുക്കാം. നമ്മൾ വർക്ക് ചെയ്യുന്നു, വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം കിട്ടുന്നു. ഈ ഇൻകത്തെ നമ്മൾ ഗുഡ്സ് വാങ്ങാനായിട്ട് ഉപയോഗിക്കുന്നു. ആ ഗുഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നു, അപ്പോഴാണ് നമുക്ക് യൂട്ടിലിറ്റി കിട്ടുന്നത്, അല്ലേ? അപ്പോഴാണ് നമുക്ക് യൂട്ടിലിറ്റി കിട്ടുന്നത്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്? വർക്ക് നമുക്ക് യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്, പക്ഷെ അത് ഒരിക്കലും ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആണ്. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്, നമുക്ക് എങ്ങനെയാണ് ഇൻഡിഫറൻസ് കർവിനെ യൂസ് ചെയ്തിട്ട് ഇൻകം ലെഷർ ട്രേഡ് ഓഫ് നടത്താൻ പറ്റുന്നത് എന്നുള്ളതാണ്. അത് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഇൻഡിഫറൻസ് മാപ്പ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഐ സി അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് ഐ സീസ് ഉള്ള ഒരു സിംഗിൾ മാപ്പ് ആണ് ഇൻഡിഫറൻസ് മാപ്പ്.
നമ്മൾ ഗുഡ് എക്സിനും ഗുഡ് വൈക്കും പകരം ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ലെഷർ എക്സ് ആക്സിസിലും ഇൻകം വൈ ആക്സിസിലും. അപ്പൊ ഇൻകത്തിന് പകരം ഞാൻ ഇവിടെ വർക്ക് എന്ന് വേണമെങ്കിൽ എനിക്ക് എടുക്കാം. കാരണം വർക്ക് ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ് ഇൻകം, അല്ലെ? ഇനി നമുക്കറിയാം ഈ ഇൻഡിഫറൻസ് മാപ്പ്, ഈ മാപ്പിലുള്ള ഇൻഡിഫറൻസ് കർവ്സ് എല്ലാം തന്നെ നമ്മുടെ നോർമൽ ഐസിസിന്റെ എല്ലാ ഫീച്ചേഴ്സും പ്രോപ്പർട്ടീസും ഫോളോ ചെയ്യുന്നതാണ്. ഇപ്പം സ്ലോപ്പ് ഡൗൺവേർഡ് ടു ദ റൈറ്റ്, ഇത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് സ്ലോപ്പ് ചെയ്യുന്നു. കോൺവെക്സ് ആണ്, ടു ദ ഒറിജിൻ ആണ്. ഇന്റർസെക്ട് ചെയ്യില്ല. അപ്പൊ എപ്പോഴൊക്കെയാണോ മുകളിലേക്ക് പോകുന്നത് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇതെല്ലാം തന്നെ ശരിക്കും ഇവിടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ IC മാപ്പിലെ ഒരു IC എടുത്തിട്ട് അവിടെ നമുക്ക് 2 പോയിന്റ് എടുക്കാം. പോയിന്റ് എയും പോയിന്റ് ബിയും. ഓക്കെ, പോയിന്റ് എയും പോയിന്റ് ബിയും. അപ്പൊ പോയിന്റ് എയിൽ ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഇൻകവും ഉണ്ട്, ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ലെഷറും ഉണ്ട്. അതേപോലെ പോയിന്റ് ബിയിൽ ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഇൻകം ഉണ്ട്, ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ലെഷറും ഉണ്ട്. ആണല്ലോ? ഇനി അപ്പൊ നമുക്കറിയാം നമ്മൾ ഈ വരച്ച 2 വരകളും എക്സ് ആക്സിസിലോട്ടും വൈ ആക്സിസിലോട്ടും പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിൽ നിന്നും വരച്ച ഈ 2 വരകളും ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് പോയിന്റ് സി. അപ്പൊ നമുക്ക് ഇവിടെ പോയിന്റ് സി എന്ന് എടുക്കാം. നമ്മുടെ ഈസി അനാലിസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് പോയിന്റ് എയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. പോയിന്റ് എയിൽ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ willing to accept delta m level of income, അല്ലെങ്കിൽ ഒരു AC level of income അവിടെ കിട്ടുന്നുണ്ട്. ഈ AC level of income എങ്ങനെയാണ് കിട്ടുന്നത്? AC level of income കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് ലെഷർ സാക്രിഫൈസ് ചെയ്യണം. അപ്പൊ എത്രമാത്രം ലെഷർ ആണ് ഇവിടെ സാക്രിഫൈസ് ചെയ്യുന്നത്? ഇത്രയും ലെഷർ സാക്രിഫൈസ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെയാണ് ലെഷർ എടുക്കുന്നത്. അപ്പൊ ഇത്രയും ലെഷർ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ BC ലെവൽ ഓഫ് ലെഷർ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. BC ലെവൽ ഓഫ് ലെഷർ സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമ്മൾ AC ലെവൽ ഓഫ് എക്സ്ട്രാ ഇൻകം ഇവിടെ ഗെയിൻ ചെയ്യുന്നത്. സാക്രിഫൈസ് ഓഫ് ലെഷർ. സാക്രിഫൈസ് ഓഫ് ലെഷർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ സ്ലോപ്പ്, ഈ ലൈനിന്റെ സ്ലോപ്പിനെ ഡെൽറ്റ എം ഡിവൈഡ് ബൈ ഡെൽറ്റ എൽ എന്ന് വിളിക്കാം. ഇത് ഡെൽറ്റ എം, ഇത്രയും ഗ്യാപ്പ് ഡെൽറ്റ എം. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? അതേപോലെ ഓരോ പോയിന്റിലും, നമ്മുടെ ICയിലെ ഓരോ പോയിന്റിലും ഓരോ കോമ്പിനേഷൻ ഓഫ് ലെഷർ വർക്ക് റിലേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ലെഷർ വർക്ക് ട്രേഡ് ഓഫ്, നമുക്കറിയാം ലെഷർ വേഴ്സസ് വർക്ക്. ഈ ലെഷർ വേഴ്സസ് വർക്ക് ട്രേഡ് ഓഫ് നടക്കാൻ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമുക്കറിയാം ചില ആൾക്കാർക്ക് ഓവർ ടൈം വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അവർ ഓവർ ടൈം വർക്ക് ചെയ്യും. ഇഷ്ടമാണെന്നല്ല, അവർ ഓവർ ടൈം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ചില ആൾക്കാർ ഭയങ്കര ഈസി ഗോയിങ് ആയിട്ടുള്ള ആൾക്കാർ, അവർ എപ്പോഴും ലെഷർ ടൈമിന് വേണ്ടി മാക്സിമം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അവർ കൂടുതൽ സമയം വർക്ക് ചെയ്യണോ അതോ കൂടുതൽ സമയം ലെഷറിന് വേണ്ടി സ്പെൻഡ് ചെയ്യണോ എന്ന് അവർക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? ഡെഫിനറ്റ് ആയിട്ടും അവർക്ക് കിട്ടുന്ന വേജ് ഇൻഫ്ലുവൻസ് ചെയ്യും. അവർക്ക് കിട്ടുന്ന ട്രാവൽ ടൈം, അവർക്ക് വർക്ക് പ്ലേസിലോട്ട് പോകേണ്ട ട്രാവൽ ടൈം ഇൻഫ്ലുവൻസ് ചെയ്യും. അവരുടെ കൊളീഗ്സുമായിട്ടുള്ള റിലേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യും. സപ്പോർട്ട് ഫ്രം വർക്ക് പ്ലേസ് ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ അതർ ഫാക്ടേഴ്സ്, ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ മറ്റ് ഫാക്ടേഴ്സിനെ എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുകയാണ്. സെറ്റ് ദ സ്പാരബസ് അസംപ്ഷൻ നമ്മൾ എടുത്തിട്ട് വേജിൽ വരുന്ന മാറ്റം മാത്രമാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. കാരണം വേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേജ് കിട്ടും. പക്ഷെ ലെഷറിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ലെഷറിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ 1 മണിക്കൂർ കിടന്നുറങ്ങുന്നു എന്ന് വിചാരിക്കും. ഞാൻ 1 മണിക്കൂർ ഉറങ്ങുന്നു.
ആ 1 മണിക്കൂർ എനിക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ വർക്ക് ചെയ്യാൻ പോകാതെ ഞാൻ കിടന്നുറങ്ങുകയാണ്. വർക്ക് ചെയ്തിരുന്നെങ്കിൽ ആ 1 മണിക്കൂറിന്റെ വേജ് എനിക്ക് കിട്ടിയേനെ. പക്ഷെ ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട് കിടന്നുറങ്ങുകയാണ്. അപ്പോ ലെഷറിന്റെ അവസ്ഥയിൽ വേജ് എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് വരും. കാരണം എന്താണ്? ഞാൻ ആ വേജ് ഫോർഗോ ചെയ്തിട്ടാണ് ഇവിടെ വന്ന് കിടന്നുറങ്ങുന്നത്, അല്ലെ? അങ്ങനെ വരുമ്പോൾ ഞാനത് വേണ്ടെന്ന് വെച്ചു. ഇപ്പൊ ഞാൻ ഉറങ്ങിയത് കൊണ്ട് തന്നെ എനിക്കത് കിട്ടുന്നില്ല. എനിക്ക് വർക്കിന് പോയിരുന്നെങ്കിൽ അത് കിട്ടിയേനെ. എനിക്ക് വർക്കിന് പോകാമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല. അങ്ങനെ ചെയ്യുമ്പോൾ വർക്ക് ചെയ്തിരുന്നെങ്കിൽ കിട്ടേണ്ടിയിരുന്ന ആ വേജ്, ലെഷറിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ആ വേജ് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയി മാറുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ 1 മണിക്കൂറാണ് കിടന്നുറങ്ങിയെങ്കിൽ 1 മണിക്കൂറിന് കൊടുക്കുന്ന ആ വേജ്, 1 മണിക്കൂറിന് എന്റെ കമ്പനി കൊടുക്കുന്ന ആ വേജ് എനിക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയി മാറുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ 24 hours കൺസ്ട്രെയിൻ വെച്ചിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ മണി ഇൻകത്തിനെ y ആക്സിസിലും വർക്കിനെയും ലെഷറിനെയും x ആക്സിസിൽ എടുക്കുകയാണ്. അപ്പൊ ഇവിടെ മണി ഇൻകത്തിനെ y ആക്സിസിൽ ഞാൻ എടുക്കുന്നു, രണ്ടുപേരെയും ലെഷറിനെയും വർക്കിനെയും ആണ് x ആക്സിസിൽ എടുക്കുന്നത്. അപ്പൊ ലെഷറിനെ നമ്മൾ എടുക്കുമ്പോൾ, വർക്കിനെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ അതിനു മുന്നേ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞിട്ട് അതിലേക്ക് പോകും. മണി ഇൻകത്തിന്റെ കേസ് എടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ പറയുകയാണ്, ഞാൻ 24 hours ഞാൻ വർക്ക് ചെയ്യുന്നു. അപ്പൊ 24 hours മാത്രമേ എനിക്കുള്ളൂ. 24 hours ഞാൻ വർക്ക് ചെയ്താൽ എനിക്ക് മാക്സിമം വേജ് കിട്ടും. അതായത് OM വേജ്, അതാണ് മാക്സിമം വേജ്. ഓക്കെ, ഇതാണ് മാക്സിമം കിട്ടുന്ന വേജ്, OM. ഇനി അല്ലെങ്കിൽ എന്റെ ഇൻകം 24 hours വർക്ക് ചെയ്താൽ എനിക്ക് ഇത്രയായിരിക്കും എന്റെ ടോട്ടൽ ഇൻകം. ഇനി ഈ ടോട്ടൽ ഇൻകം എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ എത്രമാത്രം സമയം വർക്ക് ചെയ്യണം? ടോട്ടൽ ടൈം ഞാൻ വർക്ക് ചെയ്താലേ എനിക്ക് ടോട്ടൽ ഇൻകം കിട്ടൂ. 24 hours ഞാൻ വർക്ക് ചെയ്യണം. അപ്പൊ ഇതായിരിക്കും എന്റെ വർക്ക്, എന്റെ ടോട്ടൽ വർക്ക്, OT. അപ്പൊ ഈ ലൈനിന്റെ സ്ലോപ്പ് എത്രയാണ്? OM ഡിവൈഡഡ് ബൈ OT. ഈ കൺസ്ട്രെയിൻ, ഇത് കൺസ്ട്രെയിൻ ആണ്, ഈ ലൈൻ കൺസ്ട്രെയിൻ ആണ്, നമ്മുടെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ പോലെ നമ്മുടെ കൺസ്ട്രെയിൻ. ഓക്കെ, ഇവിടത്തെ. സോ ഞാൻ 1 മണിക്കൂർ എക്സ്ട്രാ വർക്ക് ചെയ്യണമെങ്കിൽ, ഞാൻ 1 മണിക്കൂർ എന്ത് ചെയ്യണം? ലെഷർ കുറയ്ക്കണം, അല്ലെ? ഇനി 1 മണിക്കൂർ എനിക്ക് എക്സ്ട്രാ ലെഷർ വേണമെങ്കിൽ എന്ത് വേണം? ഞാൻ 1 മണിക്കൂർ വർക്ക് കുറയ്ക്കണം. അപ്പൊ നമ്മൾ ഈ 24 hours കൺസ്ട്രെയിൻ വെച്ചിട്ടാണ് കാര്യങ്ങൾ വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ലെഷറും വർക്കും നമ്മൾ രണ്ടും എക്സ് ആക്സിസിലാണ് മെഷർ ചെയ്യുന്നതെന്ന് പറയും. അപ്പൊ ലെഷറിനെ ഞാൻ ഫോർവേഡ് ഡയറക്ഷനിലോട്ടും വർക്കിനെ ഞാൻ ബാക്ക്വേർഡ് ഡയറക്ഷനിലോട്ടുമാണ് എടുക്കുന്നത്. അതായത് ലെഷറിനെ റൈറ്റിലോട്ടും വർക്കിനെ ലെഫ്റ്റിലോട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം, ഞാൻ എൻ്റെ 24 മണിക്കൂറും കംപ്ലീറ്റ് സ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ് എടുക്കുന്നത്. അപ്പോ ഞാൻ മാക്സിമം ലെഷറിനാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്തോരം ടൈം ലെഷറിന് സ്പെൻഡ് ചെയ്യും? ഇത്രയും OT ഞാൻ ലെഷറിന് സ്പെൻഡ് ചെയ്യും. ഇനി ഞാൻ മാക്സിമം വർക്കിലാണ് സ്പെൻഡ് ചെയ്യുന്നെങ്കിലോ OT ഞാൻ വർക്കിന് സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ മാക്സിമം ലെഷറിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്റെ വർക്ക് ടൈം 0 ആയിരിക്കും. ഇത് കാണിക്കുന്നത് എന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇവിടെ ഞാൻ മാക്സിമം ലെഷറിന് സ്പെൻഡ് ചെയ്യുമ്പോൾ, ഇവിടെ മാക്സിമം വർക്കിന് സ്പെൻഡ് ചെയ്യുമ്പോൾ എന്റെ ലെഷർ എത്രയായിരിക്കും? അതും 0 ആയിരിക്കും. ഓക്കെ, നൗ ഞാൻ 24 hours വർക്ക് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകം. So maximum amount of leisure that an individual can enjoy എന്ന് പറയുന്നതും OT തന്നെയാണ്. ഈ OT എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ആണ്. ഞാനിപ്പോ മാക്സിമം എന്റെ ഫുൾ ടൈം വർക്കിൽ കൊടുക്കുകയാണെങ്കിലോ എന്റെ മാക്സിമം എന്റെ ഫുൾ ടൈം ലെഷറിന് കൊടുക്കുകയാണെങ്കിലോ, അത് രണ്ടും എക്സ്ട്രീം സിറ്റുവേഷൻസ് ആണ്, അല്ലെ?
അപ്പൊ ഈ എക്സ്ട്രീം സിറ്റുവേഷൻ ഞാൻ എവിടെ കൊടുത്താലും OT വെച്ചിട്ട് തന്നെയാണ് ഞാൻ കളിക്കുന്നത്. ഇനി അടുത്തത് കുറച്ചുകൂടെ എക്സ്പാൻഡഡ് വേർഷനിലോട്ട് നമ്മൾ പോകുമ്പോൾ MT എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കൺസ്ട്രെയിൻ ആണ്. ഈ ലൈൻ MT ഇത് നമ്മുടെ കൺസ്ട്രെയിൻ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ MT constraint. കാണിക്കുന്നത് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ഇൻകം ആൻഡ് ലെഷർ ആണ്. അതായത് ഓരോ പോയിന്റിലും ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് ഇൻകം ആൻഡ് ലെഷർ അല്ലെങ്കിൽ വർക്ക് ആൻഡ് ലെഷർ ആണ് കാണിക്കുന്നത്. സോറി, ഇൻകം ആൻഡ് ലെഷർ എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മുടെ ഡിസിഷൻ മേക്കറിന് കിട്ടുന്ന ഡിഫറെന്റ് ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷനും ഡിഫറെന്റ് ലെവൽസ് ഓഫ് യൂട്ടിലിറ്റിയും ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഡിഫറെന്റ് ആസ്പെക്ട്സും ഒക്കെ നമ്മൾ നേരത്തെ IC-യിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ ഡയഗ്രാം മനസ്സിലാക്കാനായിട്ട് പോകുന്നു. അപ്പൊ ഒരു പേഴ്സൺ പോയിന്റ് C എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മുടെ ഇൻകം ലെഷർ കൺസ്ട്രെയിന്റിൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ അയാൾ എടുത്തേക്കുന്നത് പോയിന്റ് C. അപ്പോൾ പോയിന്റ് സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഇൻകവും ഉണ്ടായിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ലെഷറും വർക്കും ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഇദ്ദേഹം എങ്ങനെ എടുക്കുമ്പോൾ അയാളുടെ ഇൻകം എത്രയായിരിക്കും? ഇത്രയും OM1 ഇതാണ് അദ്ദേഹത്തിന്റെ ഇൻകം. അപ്പൊ ഈ OM1 ഇൻകം അദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ അദ്ദേഹം എത്രമാത്രം വർക്ക് ചെയ്യണം? ഇത്രമാത്രം L1T hours അല്ലെങ്കിൽ TL1 hours വർക്ക് ചെയ്യണം. ഇത് OM1. ഇനി അദ്ദേഹം നമുക്ക് ടോട്ടൽ ഉള്ള സമയം എത്രയാണ്? OT-യിൽ നിന്നും TL1 അദ്ദേഹം വർക്കിനായിട്ട് എടുത്തു. അപ്പൊ OT മൈനസ് TL1 ബാക്കി കിട്ടുന്നത് എത്രയാണ്? OL1. ഈ OL1 ആയിരിക്കും അദ്ദേഹം ലെഷറിന് എടുക്കുന്നത്. ഓക്കെ, TL1 വർക്കിന് എടുത്തു, അപ്പോ OL1 ലെഷറിന് എടുക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് എന്താണ് നേരത്തെ നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്താണെന്ന് മനസ്സിലാക്കി. പിന്നെ നമ്മളിപ്പോ കൺസ്ട്രെയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ ഇവരെ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് കൊണ്ടുവരാണ്. അപ്പൊ നിങ്ങൾ നമ്മുടെ കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് ആ ചാപ്റ്റർ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ അവിടെ എന്താണ് നമുക്ക് ടൂൾ ഫോർ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡിഫറൻസ് മാപ്പും ബജറ്റ് ലൈനും. അതേപോലെ നമുക്ക് ഇവിടെ ഇൻഡിഫറൻസ് മാപ്പും ഉണ്ട്, നമ്മുടെ കൺസ്ട്രെയിനും ഉണ്ട്. നമ്മൾ എന്താണ് നോക്കുന്നത്? ഒരു ഒപ്റ്റിമൽ കണ്ടീഷനെ അനലൈസ് ചെയ്യാനാണ് നമ്മൾ ഇവിടെ പോകുന്നത്. അപ്പൊ IC1 ഉണ്ട്, IC2 ഉണ്ട്, IC3 ഉണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് MRS ബിറ്റ്വീൻ ഇൻകം ആൻഡ് ലെഷർ ഈക്വൽസ് വേജ് റേറ്റ്. അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം MRS എന്ന് പറഞ്ഞാൽ എന്താണ്? MRS എന്ന് പറഞ്ഞാൽ IC-യുടെ സ്ലോപ്പ്. IC-യുടെ സ്ലോപ്പ് ആണ് MRS. ഇനി കൺസ്ട്രെയിൻ ലൈനിന്റെ സ്ലോപ്പ് നമ്മൾ ഇവിടെ എന്താണ് പറഞ്ഞ? കൺസ്ട്രെയിന്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ അത് വേജ് ആണെന്ന് നേരത്തെ കണ്ടു. അപ്പൊ ഈ രണ്ടുപേരെയും നമ്മൾ ഈക്വൽ ആക്കി കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് എന്ത് വരുന്നത്? ഇക്വിലിബ്രിയം വരുന്നത്. അപ്പൊ ഇക്വിലിബ്രിയം വരാനായിട്ട് നമ്മുടെ ഹയസ്റ്റ് പോസിബിൾ IC-യും നമ്മുടെ കൺസ്ട്രെയിന്റും ടാൻജന്റ് ആവുന്ന പോയിന്റിനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ആ പോയിന്റ് ആണ് E എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് എന്ത് പറ്റുന്നു? ഈ ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് മാറിയത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഹയസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള IC നമ്മുടെ കൺസ്ട്രെയിന്റിനെ മീറ്റ് ചെയ്യുന്നു. കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ 24 hours സിറ്റുവേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് IC2-നേക്കാൾ മുകളിലോട്ട് പോകാനായിട്ട് പറ്റില്ല. കാരണം 24 hours കൺസ്ട്രെയിന്റ് ആണ്. ഒരു കാരണവശാലും ഒരാൾക്ക് അതിനേക്കാൾ കൂടുതൽ സമയം ഒരു ദിവസം കിട്ടുന്നില്ല. എന്തുകൊണ്ട് താഴോട്ട് വരുന്നില്ല? താഴോട്ട് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് കിട്ടിയ മാക്സിമം അവൈലബിൾ സമയം യൂസ് ചെയ്യുന്നില്ല എന്നാണ്. അപ്പൊ നമ്മൾ അതല്ല എടുക്കുന്നത്. നമുക്കൊരു റാഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സന്റെ കേസ് ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ്. നമ്മുടെ IC2-ഉം കൺസ്ട്രെയിനും കൂടെ ടാൻജന്റ് ആകുന്ന പോയിന്റ്. ഓക്കെ, ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ എന്താണ് സംഭവിക്കുന്നത്? അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് വീണ്ടും X ആക്സിസിലേക്കും Y ആക്സിസിലേക്കും
വരച്ചു കൊടുക്കാം ഫ്രം ഇക്വിലിബ്രിയം പോയിന്റ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ ആൾ വർക്ക് ചെയ്യുന്നത് TL1 hours അല്ലെ. ഒരു ദിവസം അയാൾ വർക്ക് ചെയ്യുന്നത് TL1 hours. അപ്പൊ അയാൾ വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് ഇത്രയും വേജ് കിട്ടുന്നു, OM1 എന്ന് പറയുന്ന വേജ് കിട്ടുന്നു. അപ്പൊ അയാളെ ലെഷർ എത്രയായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ OL1 ഇതായിരിക്കും ലെഷർ. ഇത് വർക്ക്, ഇത് ഇത്രയും ഇൻകം. മനസ്സിലായല്ലോ? ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്തായിരിക്കും സംഭവിക്കുക നമ്മുടെ ഇക്കോണമിയിൽ വേജിന് എന്തെങ്കിലും മാറ്റം വന്നാൽ, ചേഞ്ച് ഇൻ വേജ്, വേജ് കുറയുകയോ കൂടുകയോ ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ വേജ് കൂടുന്നതായിട്ട് നമുക്ക് കാണണോ കുറയുന്നതായിട്ട് കാണണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇരിക്കും. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു പോയിന്റ് എടുത്തേക്കാണ്, പോയിന്റ് ഡി, നമ്മുടെ നേരത്തെ പോയിന്റ്. ആ പോയിന്റിൽ നിന്ന് മാറി ഞാൻ മുകളിലായിട്ട് ഒരു പോയിന്റ് എടുക്കുകയാണ്, ദാറ്റ് ഈസ് പോയിന്റ് എച്ച്. ഇപ്പൊ പോയിന്റ് എച്ചിൽ എന്താണ് സംഭവിക്കുക അറിയാനായിട്ട് പോയിന്റ് എച്ചിൽ നിന്നും എക്സിലോട്ടും വൈയിലോട്ടും, എക്സ് ആക്സിലോട്ടും വൈ ആക്സിലോട്ടും വരച്ചു കൊടുക്കും. നമുക്കറിയാം നമ്മുടെ ഏർലിയർ വേജ് എന്ന് പറയുമ്പോൾ OM1 ആയിരുന്നു. അപ്പൊ എച്ചിൽ സംഭവിച്ചപ്പോൾ OM2 ആയി, അതായത് വേജ് ഡിഫറൻസ് വന്നു, വേജ് കൂടി അല്ലെ. വേജ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നു? റാഷണൽ ആയിട്ടുള്ള ഒരാള് കൂടുതൽ സമയം വർക്കിൽ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ പുതിയ വേജിനെ നമുക്ക് W ഡാഷ് എന്ന് വിളിക്കാം. ഈ W ഡാഷ് is greater than W. Earlier wage W, new wage W dash 1. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ വർക്കർ അയാൾ വിചാരിക്കും, ഓക്കെ ഇപ്പൊ എനിക്ക് വേജ് കൂടിയിട്ടുണ്ട്, അപ്പോ ഞാൻ കൂടുതൽ സമയം വർക്ക് ചെയ്താൽ എനിക്ക് കൂടുതൽ വേജ് കിട്ടും. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ കൂടുതൽ സമയം വർക്ക് ചെയ്യുന്നു. അപ്പൊ അയാളുടെ പുതിയ വർക്ക് എത്രയാണ്? L2T. L2T. അയാളുടെ ലെഷർ OL2. അയാളുടെ വേജ് OM2. അപ്പൊ ഇത്രയും L2 L1 എന്ന് പറയുന്ന ലെഷർ അയാൾ സാക്രിഫൈസ് ചെയ്യുന്നു. നേരത്തെ അയാൾക്ക് കിട്ടിയിരുന്ന ഇത്രയും ലെഷർ അയാൾ സാക്രിഫൈസ് ചെയ്യുന്നു, കാരണം അയാൾക്ക് കൂടുതൽ വേജിൽ കൂടുതൽ ഏൺ ചെയ്യാനായിട്ട്. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ സെഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ഫ്രീ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ നമ്മുടെ ലേൺ എക്കണോമി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, അതിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.